യൂടെക് 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കിയിലെ പീരുമേട്ടിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റിനെ കുറിച്ചാണ്. കുട്ടിക്കാനത്തുള്ള പൈൻ ഫോറസ്റ്റ്. കുട്ടിക്കാനം ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പൈൻ മരങ്ങൾ നിറഞ്ഞ ഈ വനത്തിലൂടെയുള്ള യാത്ര വളരെ ശാന്തവും മനോഹരവുമാണ്. നിങ്ങൾ കുട്ടിക്കാനം ടൗണിലെത്തിയാൽ അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൈൻ ഫോറസ്റ്റിലെത്താം. കുട്ടിക്കാനം വാഗമൺ റോഡിലാണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് വഴി തെറ്റാതിരിക്കാനായി അവിടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടിക്കാനത്തെ കാലാവസ്ഥ പൊതുവെ തണുപ്പുള്ളതാണ്, പ്രത്യേകിച്ച് മഴക്കാലത്തും തണുപ്പ് കാലത്തും. വേനൽക്കാലത്ത് പോലും രാത്രിയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. പൈൻ മരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം അവയുടെ പ്രത്യേകതകളാണ്. പൈൻ മരങ്ങൾ അന്തരീക്ഷത്തിലെ ഈർപ്പം ആഗിരണം ചെയ്യുകയും തണൽ നൽകുകയും ചെയ്യുന്നു. ഇത് ആ പ്രദേശത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ പൈൻ മരങ്ങൾ ധാരാളമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ താപനില കുറയ്ക്കാൻ സഹായിക്കുന്നു. പൈൻ മരങ്ങൾ സാധാരണയായി ഉയരം കൂടിയ കോണിഫറസ് മരങ്ങളാണ്. അവയുടെ ഇലകൾ സൂചി പോലെയാണ് കാണപ്പെടുന്നത്. പൈൻ മരങ്ങളുടെ വിത്തുകൾ കോൺ ആകൃതിയിലുള്ള ഫലങ്ങളിലാണ് കാണപ്പെടുന്നത്. കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ് കേരള സർക്കാർ വനം വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. പൈൻ വിത്തുകൾ ഭക്ഷ്യയോഗ്യമാണ്. അവയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിത്തുകളിൽ നിന്ന് എണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ പൈൻ വിത്തുകൾ പലതരം മരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. പൈൻ മരങ്ങൾ സാധാരണയായി വിത്തുകൾ വഴിയാണ് വളരുന്നത്. വിത്തുകൾ പാകിയാൽ അവ മുളച്ച തൈകളായി വളരുന്നു. പൈൻ മരങ്ങൾ വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും ആവശ്യമാണ്. ഇതാണ് ഗൈസ് ഈ പൈൻ മരത്തിന്റെ കായ. ഇതുകൊണ്ട് കുറെ യൂസ് ഉണ്ട്. നമുക്കിത് ഹോം ഡെക്കറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടുത്തെ ആ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഇതിന്റെ കുറെ പല സൈസിൽ ഈ അറ്റത്ത് വേറെ വേറെ കളർ അടിച്ചിട്ട് ഡെക്കറേഷൻ ആയിട്ടൊരു ഷെൽഫിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ നമ്മൾ പകുതി വരെ കയറിയിട്ടുള്ളൂ. ഇനി നമുക്ക് കയറാനുണ്ട് അങ്ങോട്ട്. കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, വാഗമൺ, പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലും പൈൻ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. അവ മനോഹരമായ നിറങ്ങളിലും രൂപങ്ങളിലുമുള്ളവയാണ്. ചിലയിനം ചിത്രശലഭങ്ങൾ വളരെ വലുപ്പമുള്ളവയാണ്. പൈൻ ഫോറസ്റ്റിലെ തണുത്ത കാലാവസ്ഥയും ധാരാളമായ പൂക്കളും ചിത്രശലഭങ്ങൾക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. അവയുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ല. കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റ് ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റിൽ മലമുഴക്കി വേഴാമ്പൽ, കാക്കത്തമ്പുരാട്ടി, നാട്ടുബുൾബുൾ, കാട്ടുമൈന തുടങ്ങി നിരവധി പക്ഷികളെ കാണാൻ സാധിക്കും. കൂടാതെ വിവിധയിനം പക്ഷികളും ഈ വനത്തിലുണ്ട്. പൈൻ ഫോറസ്റ്റിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് വ്യൂ പോയിന്റുകളും ഇവിടെയുണ്ട്. കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് മലബാർ റോസ്. ഈ ചിത്രശലഭത്തിന് കടും ചുവപ്പ് നിറത്തിലുള്ള ചിറകുകളും വെള്ള പുള്ളികളുമുണ്ട്. മലബാർ റോസ് സാധാരണയായി ഇലപൊഴിയും വനങ്ങളിലാണ് കാണപ്പെടുന്നത്. മലബാർ റോസ് ചിത്രശലഭം ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരിനമാണ്. ഇവയുടെ ചിറകുകൾക്ക് കടും ചുവപ്പ് നിറമാണ്. ചിറകുകളിൽ വെളുത്ത പുള്ളികളുമുണ്ട്. കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മറ്റൊരു ചിത്രശലഭമാണ് ഗരുഡശലഭം. ഈ ചിത്രശലഭം കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളിൽ ഒന്നാണ്. ഇവയുടെ ചിറകുകൾക്ക് കറുപ്പ് നിറമാണ്. ചിറകുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുള്ളികളുമുണ്ട്. ഗരുഡശലഭം സാധാരണയായി ഇലപൊഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത്. കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റിൽ പലതരം മൃഗങ്ങളുണ്ട്. കാട്ടുപോത്ത്, മാൻ, മലയണ്ണാൻ, മുയൽ, പലതരം പക്ഷികൾ എന്നിവയൊക്കെ അവിടെ കാണാറുണ്ട്. അടുത്തുള്ള വനപ്രദേശങ്ങളിൽ നിന്നാണ് ഇവ പൊതുവെ വരുന്നത്.
കുട്ടിക്കാനത്തിനടുത്തുള്ള വനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ കുട്ടിക്കാനം പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായതിനാൽ അവിടെ നിബിഡമായ വനങ്ങൾ ധാരാളമുണ്ട്. പെരിയാർ കടുവാ സങ്കേതം, ഏലമല കാർഡമം ഹിൽ റിസർവ് ഫോറസ്റ്റ്, പീരുമേട് റിസർവ് വനം എന്നിവ കുട്ടിക്കാനത്തിനടുത്തുള്ള പ്രധാന വനമേഖലകളാണ്. ഈ വനത്തിൽ കാണപ്പെടുന്ന പ്രധാന പക്ഷികൾ ഇവയൊക്കെയാണ്: മലമുഴക്കി വേഴാമ്പൽ, കാട്ടുവേലിത്തത്ത, ചെമ്പൻ മീൻകൊത്തി, കാട്ടുവേലി പരുന്ത്, മേനിപ്രാവ്, കാക്കത്തമ്പുരാൻ തുടങ്ങിയ പക്ഷികളെ കാണാറുണ്ട്. കൂടാതെ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നിരവധി ഇനം പക്ഷികൾ ഈ വനത്തിൽ വസിക്കുന്നു. അവയിൽ ചില പ്രധാന ഇനങ്ങൾ ഇവയാണ്: വിസിലിംഗ് ത്രഷ്, ബ്ലാക്ക് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ, നീലഗിരി വുഡ് പീജിയൻ, മലബാർ വിസിലിംഗ് ത്രഷ്, കാശ്മീർ ഫ്ലൈറ്റ് ക്യാച്ചർ എന്നിവയാണ്. കൂട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റിൽ വിസിൽ ടീൽ, നോർത്തേൺ പിൻഡെയിൽ, ഗാർഗാനി എന്നിവയുൾപ്പെടെ നിരവധി ദേശാടന പക്ഷികളെ കാണാറുണ്ട്. തണുപ്പുകാലത്ത് യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പക്ഷികൾ സാധാരണയായി വരുന്നത്. പൈൻ മരങ്ങൾ പ്രധാനമായും യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലും പൈൻ മരങ്ങൾ വളരുന്നുണ്ട്. ഹിമാലയം പോലെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് പൈൻ മരങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത്. വിനോദസഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ധാരാളമായി വരാറുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ്. ട്രെക്കിംഗ്, പക്ഷി നിരീക്ഷണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സൗകര്യമുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇരിപ്പിടങ്ങൾ, നടപ്പാതകൾ, വ്യൂ പോയിന്റുകൾ എന്നിവയുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും, റെസ്റ്റോറന്റുകളും കഫേകളും ഷോപ്പിംഗ് സെന്ററുകളും ഇവിടെ ലഭ്യമാണ്. പീരുമേടിൽ നിരവധി മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ താഴെ പറയട്ടെ: തങ്ങൾപ്പാറ, പുൽമേട്, മാമലകണ്ടം, പാഞ്ചാലിമേട്, അയ്യപ്പൻകാവ്, കുട്ടിക്കാനം, ഗ്രാമ്പി ഹിൽസ്, മേദകൻ മലനിരകൾ, വേഗവൻ തടാകം എന്നിവയാണ് പീരുമേട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.